ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഉള്ള ഫ്ലവറാണ്. അതുണ്ടാക്കാൻ വേണ്ടത് പ്ലാസ്റ്റിക് കവർ, നൂല്, കത്രിക, പേപ്പർ സ്റ്റിക്ക്, പശ, ഗ്രീൻ പേപ്പർ. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ്. അതായത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ടൈപ്പാണ്. അത് വെച്ചാണ് ഞാൻ ഇവിടെ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡും കട്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും 6 സെന്റിമീറ്റർ വീതിയിലുള്ള ഓരോ പീസാണ് നമുക്ക് വേണ്ടത്. ലെങ്ത് നമ്മൾ ഉപയോഗിക്കുന്ന കവറിൻ്റെ അത്രയും ലെങ്ത് ഉണ്ടാവണം. ഈ രീതിയിൽ ഇതിൽ നിന്നും 2 പീസാണ് നമുക്ക് കിട്ടുന്നത്. അത് രണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് 2 പീസുണ്ട്. ഇനി 2 പീസ് ഒരുമിച്ച് വെച്ച് ഈ രീതിയിൽ രണ്ടായിട്ടൊന്ന് മടക്കാം. വീണ്ടും മടക്കി ഈ രീതിയിൽ മടക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഓരോ സൈഡ് നമുക്ക് കൈകൾ ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. ഈ കാണുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാം. ഈ രീതിയിൽ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ സ്റ്റിക്ക് എടുക്കാം. അതിൻ്റെ ഒരറ്റത്ത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് എടുത്ത് ഈ രീതിയിൽ ചുരുട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു നൂല് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് എടുത്ത് ഈ പേപ്പർ സ്റ്റിക്കിൻ്റെ കൂടെ വച്ച് കൊടുക്കാം. വച്ച് കൊടുക്കുമ്പോൾ ഇടയിലായിട്ട് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയിട്ടാണ് ഞാനിത് വയ്ക്കുന്നത്. ഈ രീതിയിൽ ഒന്ന് വച്ചിട്ട് നൂലുപയോഗിച്ച് കെട്ടി കൊടുക്കാം. ഇനി ഒന്ന് കെട്ടി കൊടുക്കാം. ഈ രീതിയിൽ അടുത്ത പീസും നമുക്കിതിൽ ഇതേപോലെ തന്നെ ഒന്ന് വച്ച് കെട്ടി കൊടുക്കണം. ഇതേപോലെ 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ നമുക്ക് വയ്ക്കാം. ഇനി അടുത്തതിൻ്റെ കൂടെ ഇതേപോലെ ഒരു പീസ് എടുക്കാം. അതായത് 6 സെന്റിമീറ്റർ വീതിയിലുള്ള പീസാണ് ഇത്. ഈ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം. കാരണം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ ഇതളിൻ്റെ വലുപ്പം കുറച്ച് ചെറുതാണ്. അതിനേക്കാളും ഒന്ന്
വലിപ്പം കൂട്ടി വേണം അത് കട്ട് ചെയ്യാൻ. അതിനു വേണ്ടി ഈ രീതിയിൽ മടക്കിയത്. ഇനി ഇതിൻ്റെ അഗ്രഭാഗം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത അതേ സെയിം രീതിയിൽ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് ചെയ്ത അതേപോലെ കൈകൾ ഉപയോഗിച്ച് ഈ രീതിയിലൊന്ന് വലിച്ച് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലും ഒന്ന് കൈ ഉപയോഗിച്ച് ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതും ഈ ഫ്ലവറിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. നേരത്തെ വെച്ചതുപോലെ തന്നെ ചെറുതായിട്ട് ഒന്ന് ചുരുക്കി വേണം ഒന്ന് വെച്ച് കൊടുക്കാൻ. ഈ രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഈ രീതിയിൽ ഇതൊന്ന് ചുരുട്ടി വെച്ച് നമുക്കൊന്ന് കെട്ടി കൊടുക്കണം. ഇനി നമ്മൾ ലാസ്റ്റ് വെച്ച് കൊടുത്ത ആ പീസിൻ്റെ ഓരോ ഇതിലും നമ്മളൊന്ന് വിടർത്തിയെടുക്കണം. വിടർത്തി ഇങ്ങനെ ഈ രീതിയിലൊന്ന് വിടർത്തി കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ മൊട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ഈ രീതിയിലൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ ചെറിയൊരു പീസ് ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 7x7 സെൻറ്റിമീറ്ററിലുള്ള ഇത് 7x7 സെൻറ്റിമീറ്ററാണ്. ഈ രീതിയിലുള്ള ഒരു പേപ്പർ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ മടക്കി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ കാണിക്കുന്ന രീതിയിൽ കവർ ചെയ്തിട്ട് ഒന്ന് നൂലുപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കാം. ഇനി ഇതിലെല്ലാം നമുക്ക് ഗ്രീൻ പേപ്പർ വയ്ക്കണം. ഗ്രീൻ പേപ്പറിന് പകരം ഗ്രീൻ പ്ലാസ്റ്റിക് കവറായാലും മതി. ഇത് 5x5 സെൻറ്റിമീറ്ററിലുള്ള പേസാണ്. ഇത് ഈ രീതിയിൽ മടക്കി ഇതിൻ്റെ സൈഡുകൾ രണ്ടും ഒന്ന് കട്ട് ചെയ്യാം. ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അഗ്രഭാഗം ഈ രീതിയിലൊന്ന് പിരിച്ചു കൊടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് ഓരോ ഫ്ലവറിൻ്റെ കൂടെയും നമുക്ക് വെച്ച് ഒന്ന് കെട്ടി കൊടുക്കാം. ഈ രീതിയിൽ ബാക്കി 2 ഫ്ലവേഴ്സിന് വച്ചു കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഗ്രീൻ പേപ്പർ കവർ ചെയ്യണം. ഇതിന് പകരം ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച്
പേപ്പർ സ്റ്റിക്ക് കവർ ചെയ്താലും മതി. ഞാനിവിടെ ഗ്രീൻ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പശ വെച്ച് ഈ പേപ്പർ സ്റ്റിക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ ഇതെല്ലാം ഒന്ന് പേപ്പർ സ്റ്റിക്ക് എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം. 3 ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് പശ തേച്ച് ഒന്ന് അതിനോട് അടുത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ വേണമെങ്കിൽ എല്ലാ ഫ്ലവറിനും ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,